അപ്പോൾ എഗെയിൻ ഞങ്ങളൊരു കൊച്ചു ട്രാവലിംഗ് വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. പോകുന്നത് വേറെ എവിടെയല്ല, പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലോട്ടാണ് കേട്ടോ. ഒരുപാട് തവണ പറശ്ശിനിക്കടവ് പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ വിസിറ്റ് ചെയ്യാത്തൊരു സ്ഥലമാണ് സ്നേക്ക് പാർക്ക്. എന്നാൽ പിന്നെ അങ്ങോട്ടേക്കാവാം ഇന്നത്തെ യാത്ര എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പോവാണ്. റെയുവിന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ മെയിൻ ലക്ഷ്യം. കാരണം ഈ കുറച്ച് വൈൽഡ് ആനിമൽസിനൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ വീഡിയോയിൽ കണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ അതൊക്കെ നേരിട്ട് കാണാമല്ലോ, കാർട്ടൂണിലും പിക്ചേഴ്സിലും ഒക്കെ ആണല്ലോ കണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണല്ലോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ പുതിയ റോട്ടിൽ കൂടെ കയറി നമ്മൾ നേരെ ടോൾ ഗേറ്റിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് കാറിനും 65 റുപ്പീസ് എന്ന ബോർഡ് കാണുന്നത് കേട്ടോ. പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് ബില്ല് തന്നപ്പോൾ 130 റുപ്പീസ്. ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. ബോത്ത് വേ, അതായത് 2 വേക്കുള്ള ചാർജിങ് ഒറ്റയടിക്ക് എടുക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ അല്ല, 1 വേക്ക് മാത്രമാണ് ഇത് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അയ്യോ എന്താണ് സംഭവം എന്നൊന്നും ഒരു പിടി കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു കേട്ടോ. എന്നാൽ പിന്നെ നേരെ ഈ റോഡ് കണ്ണൂർ എത്തുമല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ അതൊട്ടില്ലതാനും കുറച്ച് ദൂരം പാസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. ഇപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന ശേഷം ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കസിൻ പറഞ്ഞത്, നമ്മൾ ഫാസ്ടാഗ് എന്നൊരു സംഭവം കാറിൽ ഒട്ടിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് 65 റുപ്പീസ് മാത്രമേ പേ ചെയ്യേണ്ടി വരുള്ളായിരുന്നു. അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു കേട്ടോ എനിക്ക്. അത് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സൂയിൽ എൻ്റർ ചെയ്തപ്പോൾ കംപ്ലീറ്റ് ഫിഷ് ഏരിയ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് തന്നെ. അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ഫിഷൊക്കെ കണ്ട് നേരെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. ഇതുപോലെ ഒരു ബോർഡുണ്ട്, ഓരോ ഏരിയയിലും ഏതൊക്കെ മൃഗങ്ങളാണ് ഉള്ളതെന്ന് കാണിക്കുന്ന രീതിയിൽ. ശേഷമായതുകൊണ്ടാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒടുക്കത്തെ ചൂടായതുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാ മൃഗങ്ങളും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ കണ്ടത് മുള്ളംപന്തീനെയാണ്. ഇതൊരു മരപ്പട്ടിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് മൃഗങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തു. നമുക്കിങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ട് ഇരുന്നതിന് ശേഷം പിന്നെയും നമുക്ക് നടന്ന് കാണാം. അങ്ങനെ ഒരു ഏരിയയിലാണ് ഇവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ വന്നത് ഇതാ ഒരു കൂട്ടം കുരങ്ങന്മാരുടെ സെക്ഷനിലോട്ടാണ് കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു, അത് മൊത്തം അതിന് കൊടുത്തു. ഒരു കുരങ്ങ് ഞങ്ങൾ അടുത്ത് വന്ന് കൈ പുറത്തേക്കിട്ട് താ എന്ന ആക്ഷൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്നു കേട്ടോ. ശേഷം നമ്മൾ ടോർട്ടിസിൻ്റെ ഏരിയയിലേക്ക് എത്തി കേട്ടോ. റെയിന് ഒരുപാട് ടോർട്ടിസ് ആൻഡ് ഹെയറിൻ്റെ കഥയൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ടോർട്ടിസിനെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കി കണ്ടുപിടിച്ചു കേട്ടോ. രണ്ടെണ്ണം ഇങ്ങനെ ഒരു പാറേൻ്റെ മുകളിൽ, പാറയല്ല, ഒരു സ്ഥലത്തിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എമുവിൻ്റെ സെക്ഷനിലെത്തി. അങ്ങനെ ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും ഒന്നും ഞാൻ എടുത്തില്ല. ചിലതൊക്കെ എനിക്ക് രസമായി തോന്നിയത് മാത്രം ഞങ്ങൾ ഷൂട്ട് ചെയ്തെന്നു മാത്രം. ശേഷം ഞങ്ങൾ പക്ഷികളുടെ സെക്ഷനിലോട്ടേക്ക് എൻ്റർ ചെയ്തു കേട്ടോ. ഒരുപാട് മേലെയും അതുപോലെ ചില്ലകൾക്കിടയിലും ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അതൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് നമ്മൾ ഈ ഗുഹയിൽ കൂടെ പിന്നെ ചെന്നെത്തുന്നത് സ്നേക്കിൻ്റെ ഏരിയയിലോട്ടാണ്. അയ്യോ, ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്നേക്സുകളുണ്ട്. എല്ലാം ഇങ്ങനെ ചുരുണ്ട് കൂടി ഒരുപാടെണ്ണം കൂട്ടത്തോടൊക്കെ കൂടി കിടക്കുന്നത് കണ്ടപ്പോൾ ശരിക്കും പേടിയും അതുപോലെ തന്നെ എന്തൊക്കെയൊക്കെയോ തോന്നി കേട്ടോ. ഒക്കെ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കിയെന്ന് മാത്രം. റേവ് ഇങ്ങനെ കുറേ നേരം അതിനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. രാജേഷ് ഏട്ടനാണെങ്കിൽ ഓരോ സ്നേക്കിനെയും കണ്ട് അതിനുശേഷം അവിടെയുള്ള ആ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചതിന് ശേഷം കുറേ ടൈം എടുത്തുകൊണ്ടായിരുന്നു കേട്ടോ വന്നുകൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് അതിനെയൊക്കെ ജസ്റ്റ് നോക്കി വേഗം ഇങ്ങോട്ട് മാറി എന്നുമാണ്. നമ്മൾ നേരെ വന്നെത്തുന്നത് ക്രൊക്കഡൈലിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. കുളത്തിൽ ഒരുപാട് ക്രൊക്കഡൈലുണ്ട്, പക്ഷെ ഒന്നും അനങ്ങുന്നില്ല കേട്ടോ. സ്റ്റഡിയായി നിൽക്കിയിരിക്കുകയാണ്. സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രൊക്കഡൈലിൻ്റെ സ്റ്റാച്ചു പോലെ എനിക്ക് തോന്നി കേട്ടോ. പക്ഷേ രാജേഷ് ഏട്ടൻ പറഞ്ഞു അത് ഒറിജിനലാണ്, അനങ്ങാതെ നിൽക്കുകയാണെന്നൊക്കെ. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. ഇതതിൻ്റെ ഏരിയ എന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് ആർട്ടിഫിഷ്യലായിട്ടുള്ളതിനെ സൈഡിൽ ഉണ്ടാക്കി വെച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സൈഡിലായിട്ട് ഇതുപോലെ സ്റ്റീഫൻ റോബർട്ട് ഐവിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ മടങ്ങുമ്പോഴാണ് രാജേഷ് ഏട്ടനെ തിരിച്ച് വിളിച്ചിട്ട് പറയുന്നത് അത് ഇളകുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ചെന്നപ്പോഴാണ് മനസ്സിലായത് അതിങ്ങനെ വന്ന് കിടന്ന് അവിടെ വീണു കേട്ടോ. ഒന്ന് അതുപോലെ തന്നെ വാ തുറന്ന് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി കുറേ നേരം ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ നമുക്കത് ഒറിജിനലാണോ ആർട്ടിഫിഷ്യലാണോ എന്ന് മനസ്സിലാത്ത രീതിയായിരുന്നു കേട്ടോ. എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റിയെന്നില്ല. അത് മൊത്തം ഒറിജിനലായിരുന്നു. ഞാനാണ് തെറ്റിദ്ധരിച്ചത് ആ സൈഡിലുള്ള ആർട്ടിഫിഷ്യലാണെന്ന്. പിന്നീട് നമ്മൾ ഇതുപോലുള്ള സ്മോൾ സ്നേക്കിൻ്റെ സെക്ഷനിലോട്ടേക്കെല്ലാം കടന്ന് കണ്ടു കേട്ടോ. അതൊക്കെ കണ്ടു. പിന്നെ ഒരുപാട് സെക്ഷനിൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസസ് ഒക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് അതുപോലെ ഒരുപാട് സ്റ്റാളുകളും ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങി അവിടെ നിന്ന് തന്നെ ഇരുന്ന് കഴിക്കാവുന്നതാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ ഒക്കെ ചുറ്റിക്കണ്ട് ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഈവനിങ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് വെയിലൊക്കെ കൊള്ളാതെ എന്താ പറയുക നല്ല രസമാണ്. അങ്ങനെ ലാസ്റ്റാണ് നമ്മൾ പീക്കോക്കിൻ്റെ സെക്ഷനിലോട്ട് വരുന്നത്. അങ്ങനെ പീക്കോക്കിനെ ഒക്കെ കണ്ടതിന് ശേഷം ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. മൊത്തത്തിൽ ചുറ്റിക്കണ്ടതിന് ശേഷം ഞങ്ങൾ ഇതാ ലാസ്റ്റ് സെക്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. സോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.